ദുരന്തം, ശോകം, ദയനീയം. ബ്രസീലിൻ്റെ കോപ്പ അമേരിക്ക തോൽവിയെ ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ആത്മവിശ്വാസവും ഊർജവുമില്ലാത്ത നിരയായി മാറിയ മഞ്ഞപ്പടയ്ക്ക് വീണ്ടും ഒരു ക്വാർട്ടറിൽ അടിതെറ്റിയിരിക്കുന്നു. ഉറുഗ്വേയുടെ ഫിസിക്കൽ ഗെയിമിന് മുന്നിൽ ഗോളടിക്കാൻ മറന്ന ബ്രസീലിയൻ ക്ലബ് ഉണ്ണികൾ ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അടിയറവ് പറഞ്ഞത്. കളിയുടെ തുടക്കം മുതൽ തണുപ്പൻ മട്ടിൽ പന്ത് തട്ടിയ ബ്രസീൽ പലപ്പോഴും ആരാധകരെ ബോറടിപ്പിച്ചു. അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനേക്കാൾ അവസരങ്ങൾ തടയാനായിരുന്നു കാനറികൾ ശ്രമിച്ചത്. ഒരു പരിധിവരെ ഉറുഗ്വേയും ഇതേ സമീപനം തുടർന്നപ്പോൾ ആവേശം ഉയർന്നില്ല. എന്നാൽ ഫൗളുകളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയും ഉണ്ടായില്ല. ഇക്കാര്യത്തിൽ ബ്രസീലിനേക്കാൾ ഒരു പടി മുന്നിൽ ഉറുഗ്വേയായിരുന്നു. മത്സരത്തിൽ ഉടനീളം 7 ഷോട്ടുകളും 3 ഓൺ ടാർഗറ്റ് ഷോട്ടുകളുമായിരുന്നു ബ്രസീലിൻ്റെ സംഭാവന. വിനീഷ്യസിൻ്റെ അഭാവം അവരുടെ ഗെയിമിനെ ബാധിച്ചോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയേണ്ടി വരും. സെക്കൻഡ് ഹാഫിൽ കുറേ കൂടി ആക്രമിച്ച് കളിക്കാൻ കാനറികൾ ശ്രമം നടത്തി. എന്നാൽ അറാഹോ നയിക്കുന്ന ഉറുഗ്വേ ഡിഫൻസ് പാറ പോലെ സെറ്റായി നിന്നു. 74-ാം മിനിറ്റിൽ റോഡ്രിഗോയെ ഫൗൾ ചെയ്തതിന് ഉറുഗ്വേ താരം നാൻഡസ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി. ഉറുഗ്വേ 10 പേരായി ചുരുങ്ങിയത് കച്ചിത്തുരുമ്പാക്കി ബ്രസീൽ മുന്നേറുമെന്ന് പ്രതീക്ഷയെങ്കിലും ഒന്നും നടന്നില്ല. ഒരാൾ കുറഞ്ഞതോടെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് വലിയുന്ന ഉറുഗ്വേയാണ് പിന്നീട് കണ്ടത്. നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ ഉറുഗ്വേയുടെ ആഗ്രഹം സാധിച്ചു. മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. പെനാൽറ്റി ഷൂട്ടൗട്ടിലും ബ്രസീൽ നിരാശപ്പെടുത്തി. ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ കിക്കെടുക്കാൻ വന്ന എഡർ മിലിറ്റാവോയും ഡഗ്ലസ് ലൂയിസും പെനാൽറ്റി നഷ്ടപ്പെടുത്തി. ആദ്യ കിക്കെടുത്ത മിലിറ്റാവോയുടെ അടി ഉറുഗ്വേ ഗോളി റോച്ചറ്റ് സേവ് ചെയ്തു. ഡഗ്ലസിൻ്റേത് പോസ്റ്റിൽ തട്ടി മടങ്ങി. ഉറുഗ്വേയുടെ ഒരു കിക്ക് ആലിസൺ സേവ് ചെയ്ത് പ്രതീക്ഷ നൽകിയെങ്കിലും ബ്രസീലിൻ്റെ സെമി പ്രവേശനത്തിന് അത് മതിയായിരുന്നില്ല. കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സപ്പായ ബ്രസീൽ കോപ്പയുടെ സെമി കാണാതെ പുറത്ത്. സെമിയിലേക്ക് കുതിച്ച ഉറുഗ്വേയുടെ അടുത്ത എതിരാളികൾ കൊളംബിയയാണ്. എന്തായാലും റൊണാൾഡീഞ്ഞോയുടെ വാക്കുകൾ അർത്ഥവത്തായി. ഇത് സമീപകാലത്തെ ഏറ്റവും ദുർബലരായ ബ്രസീൽ ടീമാണ്. ഇവരിൽ നിന്ന് ഞാൻ അധികം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഈ വാക്കുകളുടെ പേരിൽ ടൂർണമെൻറ്റിന് മുൻപ് ബ്രസീലിയൻ ഇതിഹാസത്തെ വിമർശിച്ചവർക്കൊന്നും ഇപ്പോൾ മിണ്ടാട്ടമില്ല.